ടീച്ചറെ, ഇത് എന്താ സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ സ്കൂളിൽ നടന്ന തർക്കമല്ല, ഇത് ഒരു ട്യൂഷൻ സെൻ്ററിലാണ് തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് ഈ കുട്ടികൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി വ്യാഴാഴ്ച സ്കൂളിന് പുറത്തു പോയി ആണ് ഈ സംഘർഷം ഉണ്ടാക്കിയത്. ഈ വിവരം നേരത്തെ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ ടീച്ചർ? ഇല്ലില്ല, ഒരു വിവരം ഞങ്ങൾക്ക് കിട്ടിയില്ല. വ്യാഴാഴ്ച രാത്രിയാണ് ഇങ്ങനെ ഒരു പറ്റിയെന്നുള്ള മെസ്സേജ് ഞങ്ങൾ കാണുന്നത്. ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണത്. അല്ലാതെ കുട്ടികൾ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ട്യൂഷൻ ഞാൻ സെന്റർ 21 ഈ ട്യൂഷൻ സെന്ററിൽ ഞായറാഴ്ച ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ വിവരം ആരെങ്കിലും പറഞ്ഞിരുന്നോ ടീച്ചർ? ഇല്ലില്ല, പറഞ്ഞിട്ടില്ല. ഞങ്ങൾ 21-ാം തീയതി മോഡൽ എക്സാം കഴിഞ്ഞു അവരെ വീട്ടിലേക്ക് വിട്ടതാണ്. വീട്ടിലിരുന്ന് പഠിക്കുക, ഇനി പുറത്തൊന്നും പോകരുത്, 3-ാം തീയതി എക്സാം ആരംഭിക്കുകയാണ്, വീട്ടിലിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിട്ടതാണ്. ഞങ്ങൾ അതെ. സ്കൂളിൽ ഇതേപോലെ യാത്രയപ്പ് പരിപാടി നടത്തി ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെയാണ് അവർ അതിൽ പങ്കെടുത്തത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോയത്. സ്കൂളിന്റെ കുട്ടികൾ ഫെയർവെൽ വഴിയിൽ നിന്ന് നേരത്തെ എന്തെങ്കിലും കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. ഓക്കെ. സ്കൂളിൽ നിന്ന് ഇനി വഴിയിൽ നിന്ന് അവർ എന്തെങ്കിലും പകയുടെ പേരിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതി സ്കൂൾ ബസ്സിൽ കയറ്റി കുട്ടികളെ വീട്ടിൽ സുരക്ഷിതമായി എത്തിച്ചതാണ്. ഈ ഈ ഈ യാതൊരു കുട്ടികളിൽ ഈ നമ്മുടെ തൊട്ടടുത്തുള്ളത് താമരശ്ശേരി ഗവൺമെന്റ് ഗവൺമെന്റ് ഹയർ സ്കൂൾ. ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഈ എലൈറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ നേരത്തെ ഇടയ്ക്ക് സംഘർഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനൊന്നും ഈ വർഷം പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കുട്ടികളെ ഇപ്രാവശ്യം അങ്ങനെ അടിക്കൊന്നും പോകുന്നു അങ്ങനത്തെ ഒന്നും ഇല്ല.